അലർജി ഉള്ളവരുടെ വേണ്ടപ്പെട്ടവരും പൊതുജനവും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മരണകാരണം വരെ ആയേക്കാവുന്ന ഒരു അലർജിയെ പറ്റി. ഇതിനെയാണ് നമ്മൾ അനാഫൈലാക്സിസ് എന്ന് പറയുന്നത്. അതായത് അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തു നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ നമ്മളുടെ ബോഡി ഒരു കെമിക്കൽ റിയാക്ഷൻ, അത് ചെറിയ തോതിലല്ല വലിയ തോതിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ അഴിച്ചുവിടുകയും അതുകൊണ്ട് പെട്ടെന്ന് നമ്മളുടെ ബ്ലഡ് പ്രഷർ ഡൗൺ ആവുകയും അതേപോലെ തന്നെ നമ്മളുടെ ശ്വസനനാളം ഭയങ്കര ടൈറ്റായി അടഞ്ഞു പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ കേസിൽ മരണം സംഭവിക്കുന്നത്. അലർജി ഉണ്ടാക്കുന്ന വസ്തു നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയോ, അതായത് ശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മളുടെ വായിലൂടെ ശരീരത്തിനകത്ത് കടക്കുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇത് ചിലപ്പോൾ ചെടിയുടെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് അകത്ത് ചെന്നത് കൊണ്ടുണ്ടാവാം, ചില മരുന്നുകൾ കാരണം സംഭവിക്കാം, എന്തെങ്കിലും പ്രാണികൾ കടിച്ചാൽ, ഫോർ എക്സാമ്പിൾ തേനീച്ച കുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉണ്ടാവാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് അലർജി ഉള്ള ഭക്ഷണങ്ങളുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിന് ഒരു വൈദ്യസഹായം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മളുടെ കൺമുന്നിൽ വെച്ച് ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകച്ചു നോക്കി നിൽക്കുക എന്നുള്ളതാണ്. ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ട് ഒരു പാനിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കണ്ടു നിൽക്കുന്ന ആളുകളും പോകും. അപ്പോൾ നമ്മളവിടെ പതറാതെ എത്രയും പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയോ വേണ്ട വൈദ്യസഹായം കൊടുക്കുകയോ ചെയ്തില്ല എങ്കിൽ പേഷ്യൻറ്റിന് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെങ്ങനെ തിരിച്ചറിയാം, ഇതെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും? ഇത്തരം അലർജിയോടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ദേഹം തടിച്ച് ചൊറിഞ്ഞ് പൊന്തുക, തിണർത്ത് വരിക, ശരീരം വീങ്ങുക, ശരീരത്തിൻ്റെ വിവിധ ഭാഗമായിട്ടോ മുഖമോ ഒക്കെ ഭയങ്കരമായിട്ട് ആളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വീക്കം സംഭവിക്കുക, പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാനായിട്ട് പറ്റില്ല, തൊണ്ടയുടെ ഭാഗത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടാവും, പേഷ്യൻറ്റിന് ശ്വസിക്കാനായിട്ട് പറ്റില്ല, പേഷ്യൻറ്റ് ഒരുപക്ഷെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളോ കാണിക്കാം. സോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊന്നും ആലോചിക്കാനില്ല, ഇതൊരു അനാഫൈലാക്സിസ് ആണെന്ന് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ആ രോഗിയെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്.